താരസംഘടനയായ അമ്മയിലെ അധികാരതർക്കത്തിൽ ശ്വേതാ മേനോൻ നൽകിയ ഹർജിയിൽ കോടതിയുടെ നിർണായക ഇടപെടൽ. താരസംഘടനയായ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി കോടതി. ശ്വേതാ മേനോന്റെ ഹർജിയിൽ എറണാകുളം മുൻസിഫ് കോടതിയുടേതാണ് ഉത്തരവ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ശ്വേത കോടതിയെ സമീപിച്ചത്. അമ്മയുടെ പ്രവർത്തനങ്ങൾ അഡ്ഹോക് കമ്മിറ്റിക്ക് നടത്താൻ അധികാരമില്ലെന്നാണ് ശ്വേതയുടെ വാദം. നിലവിൽ ശ്വേതയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനം തുടരാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും തർക്കങ്ങളും ഏതാനും ആഴ്ചകളായി പൊതുസമൂഹത്തിലും ചർച്ചയായിരുന്നു. സംഘടനയുടെ ജൂൺ 21 നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിന് പിന്നാലെ ശ്വേതാ മേനോൻ പ്രസിഡന്റായ ഭരണസമിതി ഒന്നടങ്കം രാജി പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ രമേശ് പിഷാരടി അധ്യക്ഷനായ അഡ്ഹോക് കമ്മിറ്റിയും നിലവിൽ വന്നു. ഇന്നലെ കൊച്ചിയിൽ കൂടിയ അഡ്ഹോക് കമ്മിറ്റി യോഗത്തിനു ശേഷം ശ്വേതാ മേനോൻ അടക്കം രാജി പ്രഖ്യാപിച്ചവർ അമ്മയ്ക്ക് ഔദ്യോഗികമായി രാജിക്കത്ത് നൽകിയിട്ടില്ലെന്ന് രമേശ് പിഷാരടിയും അഡ്ഹോക് കമ്മിറ്റിക്ക് അംഗം കെ.ബി. ഗണേഷ് കുമാറും കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ശ്വേതാ മേനോൻ മറുപടിയുമായി എത്തി. അമ്മയുടെ ബൈലോ പ്രകാരം രാജിവെച്ച കമ്മിറ്റിക്കാണ് അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ സംഘടനയുടെ ഭരണ ചുമതലയെന്നും അഡ്ഹോക് കമ്മിറ്റിക്ക് സാധ്യതയില്ലെന്നും ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു. ലാലേട്ടൻ്റെ കമ്മിറ്റി രാജിവെച്ചപ്പോൾ സ്വീകരിച്ചത് ഈ നിലപാടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കമ്മിറ്റിക്ക് മാത്രം ഈ നീതി ലഭിക്കാത്തത്? ചില സ്ഥാപിത താൽപര്യങ്ങൾ ഞങ്ങൾക്ക് മാത്രം വേറെ നിയമം അനുശാസിക്കുന്നത് എന്തുകൊണ്ടാണ്? അമ്മയുടെ ബൈലോ പ്രകാരം ഒരു കമ്മിറ്റിയെ പാടുള്ളൂ. അത് ഞങ്ങളുടെ കമ്മിറ്റിയാണ്. ജനറൽ ബോഡിയുടെ തീരുമാനപ്രകാരം പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കും വരെ അതാവും തുടരുക. അതിനാൽ അഡ്ഹോക് കമ്മിറ്റി എന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് നിയമസാധുതയില്ല. ശ്വേതാ മേനോൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചത്.